നാളെ സുജയ പാർവതി ചിരിക്കോ ഉണ്ണി ബാലകൃഷ്ണൻ കരയോ എന്ന് മാത്രമേ ഇനി അറിഞ്ഞാൽ മതി. അല്ല, LDFന്റെ നില പരിങ്കലാണെന്നുണ്ടെങ്കിൽ നികേഷിന്റെ കാര്യം കട്ടപ്പോകയാണ്. എടുക്കുന്ന എഫേർട്ടിനെ ഞാൻ വാല്യൂ ചെയ്യുന്നുണ്ട്, ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം അത്രയും ഹാർഡ് വർക്കാണ് ഇവരെടുത്തുകൊണ്ട്. ഇപ്പം മീഡിയ എന്ന് പറയുന്ന നേരത്തെ നാളെ ഇവരുടെ ദിവസമാണ്, ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്ന ദിവസം. ഏത് ചാനലിലായിരിക്കും കാണുക എന്നുള്ളതാണ്. ഈ പൊതുവെ ഈ ഇലക്ഷൻ സമയത്തൊക്കെ മലയാളികൾ ഓരോ ചാനലുണ്ട്. കേരളത്തിൽ ഇപ്പോൾ ചാനൽ എന്നൊക്കെ പറയുമ്പോൾ ഇഷ്ടംപോലെ ചാനലുണ്ട്. നമ്മൾ കയ്യിൽ എണ്ണാൻ പറ്റാത്തതിൻ്റെ അപ്പുറം ന്യൂസ് ചാനലുണ്ട്. ആ കൂടി 3-3.5 കോടി ജനസംഖ്യയുള്ള കേരളത്തിൽ ഇത്രയും ചാനലിന് ആവശ്യമുണ്ടെന്ന് ചോദിച്ചാൽ അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണല്ലോ. പക്ഷേ ഇതൊരു ബിസിനസ്സാണ്. പലരും പവിത്രമായ മാധ്യമധർമ്മം എന്നൊക്കെ പറയും. അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതൊരു ബിസിനസ്സാണ്. വാർത്തകൾ വേണം, വാർത്തകൾക്ക് വേണ്ടി അവർ പിന്നാലെ പോവും, വാർത്തകൾ ചിലപ്പോൾ സൃഷ്ടിച്ചേക്കാം. അപ്പോൾ വാർത്തകൾ പലതരത്തിൽ റിപ്പോർട്ട് ചെയ്യാം. ഇതൊക്കെയാണ് എൻ്റെ ഒരു കലാപരിപാടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇത് ലക്ഷങ്ങൾ കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകും. നമ്മളൊരു റോഡ് സൈഡിൽ ഒരു ചായ കച്ചവടം തുടങ്ങാൻ നേരത്തെ അതിനേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ കുറച്ച് ബിസിനസ്സുകാർ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ന്യൂസ് ചാനൽ തുടങ്ങുന്നു, അതിന് പ്രോഫിറ്റ് കിട്ടുന്നു, ഇതൊരു കച്ചവടമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാമായിരിക്കും. പിന്നെ ഈ മാധ്യമം ധർമ്മം അല്ലെങ്കിൽ നേരോടെ നിരന്തരം അങ്ങനെ ഇങ്ങനെ കുറേ ടാഗ് അല്ലെങ്കിൽ നിഷ്പക്ഷം ഒന്നുമില്ല. ഇതിന് എല്ലാവർക്കും ഓരോ പക്ഷമൊക്കെ ഉണ്ട്. ഇപ്പം ഈ ന്യൂസ് ചാനലിൻ്റെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ ഈ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്ന ദിവസങ്ങളിലൊക്കെ കൂടുതൽ സ്കോർ ചെയ്തുകൊണ്ടിരുന്ന 24 ചാനലാണ്. ഈ ശ്രീകണ്ഠൻ നായർ കൊണ്ടുവന്ന ഒരു വിപ്ലവം എന്ന് വേണമെങ്കിൽ പറയാം. ഇവർ ഈ ന്യൂസ് ചാനലിനകത്ത് കൊണ്ടുവന്നൊരു വിപ്ലവമാണ് 24 തുടങ്ങിയിട്ട് വളരെ പെട്ടെന്നാണ് ആ ചാനൽ കയറി ഹിറ്റായത്. അതിനാണ് മാധ്യമ പ്രവർത്തനമായിട്ട് അരുൺ വരുന്നു. അരുണ് ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും അരുൺ എന്നുള്ള രീതിയിൽ ഇത്രയും ഒരു മൈലേജ് കിട്ടുന്ന 24 വന്നതിന് ശേഷമാണ് അരുൺ. അതുപോലെ തന്നെ സുജയ പാർവതി, ഇവർ രണ്ടുപേരും ആ 24 ഭയങ്കരമായിട്ട് രീതിയിൽ വർക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 24 നോക്കാൻ നേരത്ത് ഈ കഥാപ്രസംഗം എന്നുള്ള രീതിയിൽ അത് പക്ഷേ ഇപ്പം ഔട്ടായ ഒരു ഫീലുണ്ട്. ഇപ്പം ഹാഷ്മി ഇത്രയും നേരം ഇരുന്ന് സംസാരിക്കുന്നത്, ഇപ്പോൾ ഹാഷ്മി കാണുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പുള്ളിക്കാരൻ ഇത്രയും വലിയൊരു കഥാപ്രസംഗം ഇനി വേണോ, അതിൻ്റെ ഒരു രീതി മാറ്റേണ്ട സമയമായില്ലേ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതെനിക്ക് തോന്നിയ കാര്യമാണ്. അപ്പോൾ ഇതുപോലെ ഒരു ട്രെൻഡ് കൊണ്ടുവന്നത് 24 ന്യൂസാണ്. അപ്പോൾ അവർ പെട്ടെന്ന് അവരുടെ ബിസിനസ് ജനറേറ്റ് ചെയ്യുന്നു. അവർ പെട്ടെന്ന് ടേബിൾ കയറി വരുന്നു, പോയിന്റ് ടേബിൾ കയറി വരുന്നു. അത്യാവശ്യം ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കുന്ന ചാനലാണ് ഒന്ന് 24. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അത് റിപ്പോർട്ടർ ചാനലിലേക്ക് മാറുന്നുണ്ട്. റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാർ 24 ചെയ്ത അതേ പരിപാടി ഇപ്പം ഇലക്ഷൻ സമയത്ത് ഇവരെല്ലാം കൂടെ റിപ്പോർട്ട് ചെയ്യുന്ന രീതി, ഇതിനകത്തൊരു മാറ്റം എന്ന് പറയുന്ന നേരത്ത് ഇതുവരെ ഒരു മീഡിയ ചെയ്യാത്തൊരു കാര്യം, ഈ മീറ്റ് എഡിറ്റർ എന്ന് പറയുന്നൊരു പരിപാടി. ഈ എല്ലാവരും മീറ്റ് എഡിറ്റർ എന്നാണ് എൻ്റെ പേര്. ഈ 4 പേര്, ഉണ്ണി ബാലകൃഷ്ണൻ, സ്മൃതി പരുത്തിക്കാടൻ, അരുൺകുമാർ, സുജയ പാർവതി, ഉണ്ണി ബാലകൃഷ്ണൻ, ഇവർ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഓരോ ദിവസവും ഓരോ വിഷയത്തെപ്പറ്റി സംസാരിക്കും. സുജയ സംസാരിക്കുന്ന BJP അനുകൂലമായിരിക്കും. നികേഷ് എന്തു പറഞ്ഞാലും CPM-ന് അനുകൂലമാണ്. അരുൺകുമാർ ഇടതുപക്ഷ അനുകൂലമാണ്. CPM എന്ന് ഞാൻ പറഞ്ഞില്ല, ഒരു ഇടതുപക്ഷ അനുകൂലമാണ്. ഇടയ്ക്കൊക്കെ പുള്ളി ഇങ്ങനെ സംസാരിക്കാറുണ്ട്, രണ്ട് സൈഡൊക്കെ സംസാരിക്കാറുണ്ട്. പക്ഷെ എന്നാലും ഒരു 85% ഇടതുപക്ഷ രീതിയിലാണ് സംസാരിക്കുന്നത്. ഉണ്ണി ബാലകൃഷ്ണനും പരുത്തിക്കാടനും സ്മൃതി പരുത്തിക്കാടനും ഒരു കോൺഗ്രസ് എന്നുള്ള രീതിയിലുള്ള രീതിയാണ്. ഇവരെല്ലാം കൂടി ഇരുന്നിട്ട് ഒരു സംസാരം, നമ്മളിപ്പോൾ ചായക്കടയിൽ ഇരുന്ന് സംസാരിക്കുന്ന പോലെ ഇവരെല്ലാം കൂടി ഇരുന്നൊരു സംസാരിക്കും. ഓരോ പാർട്ടിക്ക് വേണ്ടി, ഓരോ ആശയങ്ങൾക്ക് വേണ്ടി ഇവർ സംസാരിക്കും. എല്ലാ പാർട്ടിയുടെയും ആൾക്കാർ വന്നിട്ട് ഇവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യും. ഇവർ പറയുന്നതിന് വേണ്ടി വലിയ രീതിയിൽ കേൾക്കാനൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വെറൈറ്റി സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ വെറൈറ്റി ആയിട്ട് ഓരോ പാർട്ടിക്കാർക്ക് വേണ്ടി ഓരോ മാധ്യമ പ്രവർത്തകരിരിക്കുക, അവരിരുന്ന് അവരുടേതായ രീതിയിൽ സംസാരിക്കുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെക്കുന്നു. പക്ഷേ ഇതിനകത്തൊരു കാര്യം, കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോൾ വന്നതിന് ശേഷം ഞാൻ കണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഇവരുടെ ഒരു ടീം ഒരു രാവിലെ തൊട്ട് രാത്രി വരെ ഇരുന്നിട്ട് ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചു എന്നുള്ളതാണ്. ഓരോ വിശദീകരണം എന്നുള്ള രീതി, വിശദീകരണമൊക്കെ ഓരോരുത്തരുടെ ഇവരുടെ താല്പര്യം അനുസരിച്ചാണെങ്കിലും ഇവരെടുക്കുന്ന ഒരു എഫേർട്ടുണ്ട്. ഈ എഫേർട്ടിൻ്റെ ഫലമാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടറിലേക്ക് വരുന്നത്. ഇതിനു മുമ്പ് റിപ്പോർട്ടർ ചാനലൊന്നും അധികം ആരും കാണാൻ പോകുന്നില്ലായിരുന്നു. അതിനകത്ത് ഒരു ക്വാളിറ്റി ഇല്ല, ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിലൊക്കെ ഒരു വിഷ്വലി തന്നെ നമുക്ക് അത്ര ബോറായിട്ടാണ് ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്. വിഷ്വലി നമ്മളിത് കാണുമ്പോൾ തന്നെ നമ്മൾ സ്ക്രീനിൽ നോക്കാൻ നേരത്തെ ഓരോ ചാനലിലും ഒരു വിഷ്വൽ ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ വിഷ്വൽ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു കളർ ടോൺ ഉണ്ട്. അപ്പോൾ ആ കളർ ടോണൊക്കെ നോക്കാൻ നേരത്തെ ഒരു മഞ്ഞപ്പത്ര നിലവാരം പോലെ നമ്മൾ പറയും. ഒരു ലോക്കൽ ചാനൽ പോലെ ആയിരുന്നു പണ്ട് റിപ്പോർട്ടർ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇവർ പുതിയൊരാൾ മേടിക്കുന്നു, പുതിയൊരാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിനുശേഷം മാധ്യമപ്രവർത്തകരെ കൊണ്ടുവരുന്നു, അവർക്ക് നല്ല സാലറി കൊടുക്കുന്നുണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഇത്രയും കിടന്ന് ഓടുന്ന കലാപരിപാടി. ഇന്നിപ്പോൾ ഓരോ ദിവസവും അരുൺകുമാർ അല്ലെങ്കിൽ കുതിരപ്പുറത്ത് ഓരോരുത്തർക്ക് നടക്കുന്നുണ്ട്, കേരളം മുഴുവൻ കറങ്ങുന്നുണ്ട്. അല്ലെങ്കിൽ സുജയ പാർവതി ഇവിടെ കറക്കുന്നുണ്ട്, സ്മൃതി പരുത്തിക്കാട് നടക്കുന്നുണ്ട്. ഇപ്പോഴും ഇവർ എപ്പോഴും ഏതെങ്കിലും ഒരാൾ ഫ്ലോറിൽ കാണും, ഇവർ വാർത്ത വായിക്കുന്ന കാണാം. ഇവർ വീട്ടിൽ പോകാമെന്നോ ഉണ്ടോ, അല്ലെങ്കിൽ ഇവർക്ക് ഫാമിലി ടൈം കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. പക്ഷേ ഇവരിരുന്നിട്ട് പരിപാടി നടത്തുന്നുണ്ട്. അപ്പം വലിയ രീതിയിൽ നമ്മുടെ കേരളത്തിലെ മീഡിയ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ന്യൂസ് മീഡിയയിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ റിപ്പോർട്ടിംഗ് ശൈലി മാറിയിട്ടുണ്ട്. ഒരിടത്ത് ഇരുന്നിട്ട് വെറുതെ സംസാരിക്കുന്ന രീതിയൊന്നുമല്ല. ഇപ്പം വ്ളോഗർമാരെ പോലെ ഇവർ ന്യൂസ് റിപ്പോർട്ടർമാർ പോയി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കാലത്തിനനുസരിച്ച് എല്ലാം മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ
ഇപ്പോൾ റിപ്പോർട്ടർ TV എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരുപടി മുമ്പിൽ വന്നിരിക്കുകയാണ്. ഞാൻ ഇന്ന് നോക്കിയപ്പോൾ മാതൃഭൂമിയിൽ ഷൈജു ദാമോദരനെയൊക്കെ കൊണ്ടുവന്നിട്ട് നാളെ ഇലക്ഷൻ്റെ ഇത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കാണാൻ ആൾക്കാർ വരും. ഇതെന്താണ് ഷൈജു ദാമോദരൻ പറയാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ നമ്മുടെ ഫുട്ബോളിൻ്റെയൊക്കെ കമൻട്രി പറയുന്നത്. അപ്പോൾ ഇതെന്താണ് സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി ആൾക്കാർ ഇരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് നാളെ റിപ്പോർട്ടർ ചാനലായിരിക്കും കുറച്ചുകൂടെ സ്കോർ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവർ ഓരോരുത്തരുടെയും പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആൾക്കാർ ഇരുന്നിട്ട് ഓരോരുത്തരുടെയും രീതിയിൽ സംസാരിക്കുക. നാളെ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. BJPക്ക് അനുകൂലമാണെന്നുണ്ടെങ്കിൽ സുജയുടെ കൗണ്ടർ കേൾക്കാം, സുജയ ബാക്കിയുള്ളവരെ ട്രോളെന്ന് കേൾക്കാം. കേരളത്തിൽ എന്ത് സംഭവിക്കുന്നതനുസരിച്ചിരിക്കും നികേഷും അരുൺകുമാറിൻ്റെയും രീതി. കേരളത്തിൽ LDFൻ്റെ നില പരിങ്കലാണെന്നുണ്ടെങ്കിൽ നികേഷിൻ്റെ കാര്യം കട്ടപ്പുകയാണ്. കോൺഗ്രസ് അധികാരത്തിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് മുന്നേറ്റം നടത്താൻ പറ്റാതെ പോയി കഴിഞ്ഞാൽ ഉണ്ണി ബാലകൃഷ്ണൻ്റെ കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. സ്മൃതി പരുത്തിക്കാടിൻ്റെ കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അത്രയ്ക്ക് അവർ ഫ്ലോർ ചെയ്തിട്ട് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം മീഡിയ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മീഡിയ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇവരെല്ലാം ഓരോ പാർട്ടിയുടെ ആൾക്കാരാണ്. ഇവരുടെ പ്രൊഫൈലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവർ പാർട്ടിക്ക് വേണ്ടിയാണ് കൂടുതലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ വാർത്തകളിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്ന കാര്യമുള്ളൂ. എന്തായാലും ഞാൻ നാളെ ഫോക്കസ് ചെയ്യുന്നത്, ഞാൻ ശ്രദ്ധിക്കുന്നത് നാളത്തെ ഉണ്ണി ബാലകൃഷ്ണൻ, സുജയ പാർവതി എന്നുള്ള രീതിയിൽ ഇവരുടെ തമ്മിലുള്ള ഒരു സംഭവമാണ്. നികേഷിൻ്റെ അല്ലെങ്കിൽ അരുൺകുമാറിൻ്റെ ഇവരുടെ എടുക്കുന്ന എഫേർട്ടിനെ ഞാൻ വാല്യൂ ചെയ്യുന്നുണ്ട്, ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം അത്രയും ഹാർഡ് വർക്കാണ് ഇവരെടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ക്ലിയർ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു ഫ്ലോറിലിരുന്ന് ഭയങ്കര വർക്ക് ചെയ്തിട്ടുണ്ട്. അവർ എത്ര മണിക്കൂറാണ് ആ ഇലക്ഷൻ എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച, അല്ലെങ്കിൽ അവരുടെ ജോലി അതാണ്. പക്ഷെ അതെടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ, ആ എഫേർട്ടാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന ഒരു ചാനൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരും കാണാതിരുന്ന ഒരു ചാനലിൽ ഇപ്പോൾ നമ്മൾ TV ഒന്ന് ഓണാക്കി ഞാനിപ്പോൾ നോക്കുമ്പോൾ റിപ്പോർട്ടറിലേക്ക് പോകാറുണ്ട്. കാരണം ഈ ചാനലിൽ ഒരു ഇച്ചിരി എൻ്റർടൈൻമെൻറ്റ് കൂടി വന്നിട്ടുണ്ട്. ഇപ്പോൾ അവർ പരസ്പരം ഇതൊക്കെ കുറച്ചൊക്കെ ഒരു സ്ക്രിപ്റ്റൊക്കെയാണ്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇവർ ഇങ്ങനെ ഡയലോഗ് അടിക്കുന്നതും ഒക്കെ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഭാഗമാണ്, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ അറിഞ്ഞുകൊണ്ടൊക്കെയാണ് കൊടുത്തുമൊക്കെയാണ് മുമ്പോട്ട് പോകുന്നതെങ്കിലും ന്യൂസ് ചാനലുകളിൽ വലിയ മാറ്റം വരുന്നുണ്ട്. ഷൈജു ദാമോദറിൻ്റെ എങ്ങനെ പറയും, പുള്ളി ഫുട്ബോളിനെ പറ്റി പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അടയാളപ്പെടുത്തുക കാലമേ. പിന്നെ അതുപോലെ സിനിമയിലൊക്കെ ജയ ഹേയിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി എലക്ഷൻ എങ്ങനെ കൊടുക്കും എന്നുള്ളത് നമുക്കറിയണം. അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനലിനകത്ത് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ ട്രോളും എന്ന് കാണാൻ ആഗ്രഹമുണ്ട്. പിന്നെ കൈരളിയിൽ വലിയേട്ടം വരുമോ എന്ന് എനിക്കറിയില്ല, അത് നോക്കണം. അതുപോലെ പിന്നെ അങ്ങനെ കുറേ ചാനലൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ കുറേ ചാനലുണ്ട്. ഈ ചാനലുകളെല്ലാം കാണാൻ നാളെ ഒരു സിനിമ 2 സിനിമ കാണുന്ന ഫീലായിരിക്കും ചിലപ്പോൾ നമുക്ക് ഈ എലക്ഷൻ സമയത്ത് മീഡിയ കണ്ടു കഴിഞ്ഞാൽ. എന്തായാലും ഈ വിപ്ലവത്തിന് കൊണ്ടുവന്ന അല്ലെങ്കിൽ ഒരു മാറ്റം കൊണ്ടുവന്ന ശ്രീകണ്ഠൻ നായരുടെ ചാനലുണ്ടല്ലോ, പുള്ളി ഇപ്പം ഇച്ചിരി ഡൗൺ ആണ് തോന്നുന്നു. പക്ഷേ ഈ ചാനൽ, ആ ശ്രീകണ്ഠൻ നായർ 24 ആണ് യഥാർത്ഥത്തിൽ മലയാള മീഡിയയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. ഈ മീഡിയയിലെ മാധ്യമപ്രവർത്തനത്തിൻ്റെ റിപ്പോർട്ടിംഗ് രീതിയും അല്ലെന്നുണ്ടെങ്കിൽ അവതാരകരുടെ രീതിയൊക്കെ വലിയ മാറ്റം കൊണ്ടുവന്നത് ശ്രീകണ്ഠൻ നായരാണ്. പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, ഹാർഡ് വർക്ക് എടുത്തു. പക്ഷേ ഇപ്പോൾ 24 അത്രയ്ക്ക് അങ്ങോട്ട് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. ഇച്ചിരി ഒരു ഡൗൺ ആയിട്ടിരിക്കുക. അതിന് മാധ്യമപ്രവർത്തകരായാലും ഒരു ഫേവറേറ്റ് ചോയ്സിലേക്ക് വരുന്നില്ല. അല്ലെങ്കിൽ ഹാഷ്മി എന്ന് പറയുന്ന മാധ്യമപ്രവർത്തനം ഉണ്ട്, പക്ഷേ പുള്ളിക്കാരൻ്റെ ഈ കഥാപ്രസംഗമൊക്കെ മടുപ്പായി തുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. എന്തായാലും നമുക്ക് നാളെ കാണാം. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കേട്ടോ. ആദ്യമായിട്ട് പേജ് കാണുന്ന ഫോളോ ചെയ്യുന്നതിനും പരിഗണിക്കുക. പിന്നെ ഈ മാധ്യമപ്രവർത്തനം എല്ലാം ഭയങ്കര നിഷ്കളങ്കമാണെന്നൊന്നും വിചാരിക്കേണ്ട. ഇതൊരു ബിസിനസ്സാണ്. അതിനപ്പുറത്തേക്കൊന്നും ആരും കയറി ഈ സംഭവത്തൊരു മഹത്തായ മാധ്യമധർമ്മം എന്നൊന്നും വിചാരിക്കരുത്. ഓരോരുത്തരുടെ രാഷ്ട്രീയത്തിനനുസരിച്ച് സംസാരിക്കുന്നു, വാർത്ത കൊടുക്കുന്നു എന്നുള്ള അല്ലാതെ വലിയ ഇതൊന്നും കൊടുത്തേക്കരുത് കേട്ടോ മീഡിയയ്ക്ക്.